ആലപ്പുഴ ജില്ലയിലെ കാവാലം പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യദാസ് ടി.ടി. ഉണ്ട്. നമസ്കാരം ശ്രീ സത്യദാസ്. രണ്ട് കരകളിലായുള്ള ഒരു പഞ്ചായത്താണ് കാവാലം. പൂർണ്ണമായിട്ടും കൂടുതൽ പേരും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ ഒരു ഭരണ കാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒരു ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനാവുക? ഈ കാലയളവിൽ കാവാലം പഞ്ചായത്തിലെ 90% ആൾക്കാർക്കും എത്താവുന്ന തരത്തിലുള്ള വികസനങ്ങളെല്ലാം തന്നെ നമ്മുടെ പദ്ധതി ആസൂത്രണത്തിലും ഫണ്ടുകളും ഒക്കെ തന്നെ വിനിയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയാണ്. ഒരുപാട് പേർ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ്. ഏതൊക്കെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളാണ് കാർഷിക മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? നൂതന പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മള് നെൽകൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. അവർക്ക് നെൽകൃഷിക്ക് ആവശ്യമാകുന്ന സബ്സിഡികൾ നൽകുന്നുണ്ട്. യന്ത്രവൽകൃത സംവിധാനങ്ങൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. അതുകൂടാതെ പമ്പിംഗ് സബ്സിഡി നൽകുന്നുണ്ട്. അങ്ങനെ പല കർഷകർക്ക് ആശ്വാസകരമാകുന്ന നിരവധി പദ്ധതികൾ നമ്മള് പഞ്ചായത്ത് മുഖേനയും കൃഷിഭവൻ കൃഷി ഡിപ്പാർട്ട്മെന്റ് മുഖേനയൊക്കെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാവാലം ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. അതുപോലെ തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? നമ്മള് മാലിന്യ സംസ്കരണത്തിലെ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും രണ്ടായി തരംതിരിച്ചാണ് അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് 26 ഹരിതകർമ്മ സേനാംഗങ്ങളും സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാ വീടുകളിലും QR കോഡ് പതിപ്പിച്ചുകൊണ്ട് അത് മുഖാന്തരം ശേഖരണം നടത്തുന്നു. അതുകൂടാതെ 26 മിനി MCFകളും ഇനി 26 എണ്ണത്തിന് വീണ്ടും ടെൻഡർ കൊടുത്തുകൊണ്ട് 26 മിനി MCകളുടെ സ്ഥാപിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ശേഖരണം നടപ്പിലാക്കുന്നു. ഇപ്പോൾ 240 സ്ക്വയർ ഫീറ്റിന്റെ ഒരു MCF ഉണ്ട്. അത് 1500 സ്ക്വയർ ഫീറ്റിന്റെ MCF ആക്കാൻ ഉള്ള പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ MCFിനകത്ത് ബെയിലിംഗ് മെഷീന്, കൺവെയർ ബെൽറ്റ് തുടങ്ങിയുള്ള ആധുനിക ഉപകരണങ്ങൾ പദ്ധതിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നത് 1915 ബക്കറ്റ് കമ്പോസ്റ്റുകളാണ് നമ്മളുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ശേഷമുള്ള വീടുകളിലും അടുത്ത പദ്ധതിയിൽ ബക്കറ്റ് കമ്പോസ്റ്റ് നൽകി ജൈവമാലിന്യം സംസ്കരിക്കുന്നതാണ്. അതുകൂടാതെ ഘടക സ്ഥാപനങ്ങൾക്ക് ബക്കറ്റ് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 5 ബോട്ടിൽ ബൂത്തുകൾ ഉടൻ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും. വീടുകളിൽ സോപ്പ് പിറ്റുകൾ നിർബന്ധമായും ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീടുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സോപ്പ് പിറ്റുകൾ നിർമ്മിക്കുവാൻ ടെൻഡർ എടുത്ത് എല്ലാ വീടുകളിലും സോപ്പ് പിറ്റുകൾ ചെയ്യാനുള്ള ഒരു പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലും അടക്കം ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? എത്രത്തോളമാണ് ഈ കുട്ടികളിലേക്കും യുവാക്കളിലേക്കുമുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു കൂടുതലായ അറിവ് കിട്ടിയിട്ടില്ല. എങ്കിലും പോലീസും എക്സൈസും ഒക്കെ വേണ്ട രീതിയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ തന്നെ നമ്മള് വനിതാ ദിനത്തില് നമ്മുടെ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങളെയും കുടുംബശ്രീ യൂണിറ്റിനെയും പ്രധാനപ്പെട്ട ആൾക്കാരെ കൂട്ടി ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്കൂളുകളില് ഹെഡ് മിസ്ട്രസ് അടക്കം അല്ലെങ്കിൽ HM അടക്കമുള്ള ആൾക്കാർ വിവിധ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇതിന്റെ ദുരുപയോഗത്തെയും ഇതിന്റെ ദോഷ്യഫലങ്ങളെ കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് സ്കൂളുകളോടനുബന്ധിച്ചിട്ടുള്ള അടുത്തുള്ള കടകളിലൊക്കെ തന്നെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അവിടെ ഈ നമുക്ക് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള മിഠായികളോ അല്ലെ മറ്റ് വസ്തുക്കളോ വിൽക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതേവരെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നമ്മള് ലഹരിയുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുവാനുള്ള, ലഹരി എന്ന് പറഞ്ഞാൽ ഈ പുതിയ തരത്തിലുള്ള, അതായത് കള്ളുപോലുള്ള ഉപയോഗ സാധനങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ബാക്കിയുള്ള പുതിയ തരത്തിലുള്ള ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്.
തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? സ്ത്രീകളുള്ള സ്വയം തൊഴിൽ പദ്ധതികളടക്കം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? എല്ലാ വാർഡുകളിലും കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഒരു കുടുംബശ്രീ വിപണന കേന്ദ്രം നമുക്കുണ്ടായിരുന്നു. അത് താൽക്കാലികമായി ചില സാങ്കേതിക തടസ്സങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. അതിപ്പോൾ അടുത്ത 20-ാം തീയതി വീണ്ടും ഓപ്പൺ ചെയ്യാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ധാരാളം പ്രൊവിഷൻ സാധനങ്ങൾ നമ്മൾ അവിടെ കൊടുക്കുന്നതാണ്, വിപണനം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ആലപ്പുഴ ജില്ലയിൽ ആകപ്പാടെ ഒരു സ്ഥാപനമാണല്ലോ. അത് വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ നടത്താൻ ആലോചനയിട്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മള് JLG ഗ്രൂപ്പുകള്, മറ്റ് കൃഷി അയൽക്കൂട്ടങ്ങള് ഇതെല്ലാം രൂപീകരിച്ചുകൊണ്ട് ആവശ്യമാകുന്ന ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് കൃഷി ഭവൻ മുഖേന അവർക്ക് ആവശ്യമാകുന്ന വിത്ത് തൈകളും പച്ചക്കറി തൈകളും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് പഞ്ചായത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം അവയർനെസ് ക്ലാസ്സുകൾ നടത്തി അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. അതുകൂടാതെ സ്ത്രീകൾക്കുണ്ടാകാവുന്ന ആക്രമണങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമൊക്കെ തന്നെ നമ്മൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ വയോജന സംഗമം അടക്കം നടത്തുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്ക് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ്? വയോജന സംഗമം അടക്കം നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. നിരവധി ആദരവും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ വർഷവും ഞങ്ങളെ പുതിയ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെയും നമ്മൾ വയോജന സംഗമം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. എല്ലാ വർഷവും നമ്മുടെ വാർഡുകളിലെ പ്രധാനപ്പെട്ട തീരെ നമ്മൾ പറയുന്ന സ്ഥലത്ത് വരാൻ പറ്റുന്ന വയോജനങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആട്ടവും പാട്ടും അവരുടെ കലകളും ഒക്കെ തന്നെ നമ്മൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണവും കൊടുക്കും. അവർക്ക് പ്രത്യേകിച്ച് അവരെ ഷാളണിയിച്ച് സ്വീകരിക്കും. അതുകൂടാതെ അവർക്ക് സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടപ്പിലാക്കുകയാണ്. അതുകൂടാതെ നമ്മളൊരു വയോജന ക്ലബ്ബ് നമ്മളിവിടെ അടുത്ത് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനത്തിന് വേണ്ടി ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നീട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് അവിടെ കറണ്ടും വൈദ്യുതിയും വെള്ളവും അതുപോലെ തന്നെ അതിന്റെ എല്ലാ ബാത്റൂം സൗകര്യങ്ങളോട് കൂടിയ നല്ല ഒരു വയോജന ക്ലബ്ബ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അവിടെ സന്ധ്യാസമയങ്ങളിലും പകലുമൊക്കെ വയോജനങ്ങളെ കൊണ്ടുവന്ന് അവരുടെ സമയം സന്തോഷകരമാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയാണ് ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള പ്രദേശമാണോ ഗ്രാമപഞ്ചായത്തിലുള്ളത്? എത്രത്തോളമാണ് ടൂറിസത്തിനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ? കുട്ടനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന പമ്പയാറിന്റെ കൈവഴി വരുന്ന ഒരു പഞ്ചായത്താണ് കാവാലം. ധാരാളം ടൂറിസം സാധ്യതകളുള്ള പഞ്ചായത്താണ്. ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ടുകൾ വഴി ധാരാളം ടൂറിസ്റ്റുകൾ കാവാലത്ത് വരികയും അവിടെ വന്നിറങ്ങി അവിടെ എല്ലാം നടന്ന് ഒരു കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഹോം സ്റ്റേകളും അതുപോലുള്ള പുതിയ സംവിധാനങ്ങളും ഒക്കെ തന്നെ ചെയ്യുവാനുള്ള സാമ്പത്തിക ബാധ്യത, ഫണ്ട് വളരെ കുറവുള്ള, വളരെ മോശമായ സ്ഥിതിയുള്ള ഒരു പഞ്ചായത്താണ്. എങ്കിലും ഉത്തരവാദിത്ത ടൂറിസത്തിലേക്ക് നമ്മൾ പോകാനുള്ള പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുമായി കൂടിക്കൊണ്ട് കാവാലത്ത് ധാരാളം കലാരൂപങ്ങൾ, അതുപോലെ തന്നെ കൈത്തറി തൊഴിൽ മേഖലകൾ, പിന്നെ പാടശേഖരങ്ങളുടെ കൃഷി രീതികൾ, പഴയകാലത്തെ ചക്രം ചവിട്ട്, നാടൻ പാട്ട്, കൊയ്ത്തുപാട്ട്, അതുപോലുള്ള പാട്ടുകൾ അറിയാവുന്ന ആൾക്കാർ ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളൊക്കെ നടത്തുവാനുള്ള, ടൂറിസവുമായി ചേർന്നുകൊണ്ട് നടത്തുവാനുള്ള പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. വള്ളംകളിയുടെ നാളാണ് നമ്മുടെ കാവാലം. അറിയാമല്ലോ, കാവാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ കാവാലം ചുണ്ടൻ, ഒരു കാലത്ത് പേരെടുത്തിരുന്ന ചുണ്ടനുള്ള നാടാണ്. തീർച്ചയായും ആ രീതിയിലേക്ക് പഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. അതിനൊക്കെ വേണ്ട ശ്രമങ്ങൾ നടക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ പദ്ധതികളാണ് പൂർത്തീകരിക്കാനുള്ളത്? പ്രധാനമായിട്ടും കാവാലം എന്ന് പറയുന്നത് രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ്. പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ. കാവാലത്ത് 10,000-കണക്കിന് ജനങ്ങൾ ദിവസവും, അതായത് സാധാരണക്കാരായ തൊഴിലാളികളും ആശുപത്രിയിൽ പോകേണ്ടവരും സ്കൂളിൽ പോകേണ്ടവരും അതുപോലെ തന്നെ ഓഫീസുകളിൽ പോകേണ്ടവരും വരേണ്ടവരും, കാവാലം പഞ്ചായത്തിലെ ഏറെ ജോലിക്കാരും
ആലപ്പുഴ ടൗണിൽ നിന്ന് വരുന്നവരാണ്. അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നത്. അവരെ മാത്രമല്ല, ഇവിടുന്ന് പോകുന്നവർക്കും തീർച്ചയായും കാവാലം പാലം 2016 മുതൽ ഞങ്ങൾ വളരെ തീവ്രമായ ശ്രമത്തിലായിരുന്നു. ചില തടസ്സങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ മാത്രമാണ് പാലം പണി ഇതുവരെ നടക്കാത്തത്. ഇപ്പോൾ ഏതാണ്ട് ടെൻഡറിനടുത്ത് വരെ ആയിരിക്കുകയാണ്. കാവാലം പഞ്ചായത്ത് ഇപ്പോൾ ഭരണസമിതി കിഫ്ബിയുമായി ബന്ധപ്പെട്ടു, അതുപോലെ KRFBയുമായി ബന്ധപ്പെട്ടു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ട് മുഴുവൻ മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡുകൾ മുഴുവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ ഒരുപക്ഷെ ടെൻഡർ ആകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും വരും വർഷങ്ങളിൽ കാവാലത്താറിന്റെ മുകളിലൂടെ ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ആ പാലം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാവാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ആരോഗ്യരംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണ ഒരു PHC മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയൊരു ആശുപത്രിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഭരണസമിതി കാലത്തും അതിന് മുൻ ഭരണസമിതി കാലത്തും PHC കുറെ കൂടെ 300ഓളം ഔട്ട് പേഷ്യൻസിനെ നോക്കുന്ന ചികിത്സിക്കുന്ന രീതിയിലേക്ക് ആശുപത്രി വളർന്നു. എല്ലാവിധ മരുന്നുകളും കൃത്യമായി രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. പാലിയേറ്റീവ് പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കാവാലം പഞ്ചായത്ത് ഇപ്പോ ക്ഷയരോഗ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനുവേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ വാർഡിൽ ഏകദേശം 6 പേർ മാത്രമേ ഉള്ളൂ കാവാലത്തിൽ ക്ഷയരോഗത്തിലുള്ളത്. ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചികിത്സയും ഡോക്ടർമാർ വരുന്നു. എല്ലാ മാസവും സൈക്യാട്രി ഡോക്ടറുടെ സേവനം നടത്തുന്നു. ഇതിലൊക്കെ കൂടാതെ ഞങ്ങള് 75 ലക്ഷം രൂപയുടെ ഒരു FHC പണിത് പൂർത്തീകരിച്ചിട്ടിരിക്കുന്നു. അത് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാണ് ആരോഗ്യരംഗത്ത്. അതുപോലെ തന്നെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് കാവാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ആവശ്യം എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലെ സാധ്യതകളും അതുപോലെ തന്നെ കാവാലം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് 2 കരയിലായിട്ടാണ്. 2 കരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ കാവാലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ സത്യദാസ്. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം 2018 പ്രളയകാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ഇപ്പൊ കെട്ടിടം അൺഫിറ്റ് ആയിട്ട് എഴുതിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കെട്ടിട നിർമ്മാണം അനിവാര്യമാണ്. ഞങ്ങളത് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിയന്തരമായ ഒരു നടപടി അതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഈ ഓൺ ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്ത് ഒരു കെട്ടിടം പണിയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഞങ്ങൾക്കൊരു 1 കോടി രൂപയെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിതുകൊണ്ട് കാവാലം പഞ്ചായത്ത് വികസന രംഗത്തും മറ്റെല്ലാ രംഗത്തും ശക്തമായ ഇടപെടൽ നടത്തും. അതുകൂടാതെ തന്നെ ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ 188 വീടുകൾ നൽകിയിട്ടുണ്ട്. 188 വീടുകൾക്ക് എഗ്രിമെന്റ് വെച്ചു. 117 വീടുകൾ പൂർത്തീകരിച്ചു. ഏകദേശം വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഇനി പൂർത്തീകരിക്കാനും നിലവിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. PMA വഴി 6 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള വീടുകൾ ഓൺഗോയിങ്ങിലാണ്. അങ്ങനെ ശക്തമായ ഇടപെടലാണ് എല്ലാ രംഗത്തും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ വരും ഭരണസമിതി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ കെട്ടിട നിർമ്മാണത്തിലും അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. തുടർ ഭരണം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി ശ്രീ സത്യദാസ്. താങ്ക് യു വെരി മച്ച്. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.